Theorem 4 Existence of a general solution. ഒരു ജനറൽ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ODEക്ക് ജനറൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നൊരു തിയറമാണ്. ഇഫ് P of x and Q of x are continuous on an open interval I, then the ODE y double dash plus P of x into y dash plus Q of x into y is equal to 0 has a general solution on I. നമ്മളൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ODE കൺസിഡർ ചെയ്യുവാണ്. അതിലെ ഫംഗ്ഷൻസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഉറപ്പായിട്ടും ഒരു ജനറൽ സൊല്യൂഷൻ കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ബൈ തിയറം 1 അല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്, ഇവിടെ തിയറം 2 ആണ്. ഓക്കെ, ബൈ തിയറം 2 ദ ODE ഹാസ് എ സൊല്യൂഷൻ y1 of x on I satisfying the initial conditions y1 of x naught is equal to 1 and y1 dash of x naught is equal to 0. തിയറം 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ ആണ്. ബൈ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷൻ എന്തായിരുന്നു? ഏതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന്. അങ്ങനെ ആണെങ്കിൽ ഈ ഹോമോജനസ് ODE വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് y1 എന്ന് പറയുന്നത് ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ്. എന്താണ്? y1 ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 1 y1 ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0. അതായത് ജനറലായിട്ട് പറഞ്ഞാൽ എന്താണ്? y ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നു, y ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനിഷ്യൽ കണ്ടീഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും ആ ഇനിഷ്യൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക്ക് സൊല്യൂഷനാണ് y1 എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ബൈ തിയറം 2, കാരണം അതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഉറപ്പായിട്ടും യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ബൈ തിയറം 2. അതേപോലെ ആൻഡ് എ സൊല്യൂഷൻ ദർ എക്സിസ്റ്റ് എ സൊല്യൂഷൻ y2 on I satisfying the initial conditions y2 of x naught is equal to 0 and y2 dash of x naught is equal to 1. സോ ഈ ഇനിഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക്ക് സൊല്യൂഷനെ ഞാൻ y2 എന്നും വിളിക്കുകയാണ്. എന്നിട്ട് ദ റോൺസ്കിയൻ ഓഫ് ദീസ് ടു സൊല്യൂഷൻസ് അറ്റ് x ഈക്വൽ ടു എക്സ് നോട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. സോ റോൺസ്കിയൻ ഓഫ് y1 ഓഫ് എക്സ് നോട്ട് y2 ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ y1 ഓഫ് എക്സ് നോട്ട് y2 ഓഫ് എക്സ് നോട്ട്, സെക്കൻഡ് റോ y1 ഡാഷ് ഓഫ് എക്സ് നോട്ട് y2 ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്കറിയാം. y1 ഓഫ് എക്സ് നോട്ട് 1, y2 ഓഫ് എക്സ് നോട്ട് 0, y1 dash of x naught 0, y2 dash of x naught 1. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ 1 into 1 മൈനസ് 0 into 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 നോൺ 0. ഇനി നമ്മൾ തിയറം 3 പറഞ്ഞായിരുന്നു എന്താണ്? റോൺസ്കിയൻ 0 ആകുവാണെങ്കിൽ സൊല്യൂഷൻസ് y1 ഉം y2 ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ആണെങ്കിൽ ബൈ തിയറം 3 എന്തായിരുന്നു? y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഓൺ ആയി. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ഫോം ചെയ്യും? ബേസിസ്. So they form a base of solutions of y double dash plus p of x into y dash plus q of x into y is equal to 0 on I. And നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? അങ്ങനെ ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു c1 y1 പ്ലസ് c2 y2. y1 ഉം y2 സൊല്യൂഷൻ ആണെങ്കിൽ c1 y1 പ്ലസ് c2 y2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഹോമോജനസ് ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് p of x into y dash plus q of x into y is equal to 0 ആയിരിക്കും. വേർ c1 ഉം c2 ഉം എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻസ്. സോ നമുക്കങ്ങനെ ജനറൽ സൊല്യൂഷൻ കിട്ടും. Okay, next is theorem 5. If the ODE y double dash plus p of x into y dash plus q of x into y is equal to 0, second order linear homogeneous ODE has continuous coefficients p of x and q of x on some open interval I, then every solution y is equal to capital Y of x of I is of the form y of x is equal to capital C1 y1 of x plus capital C2 y2 of x, where y1 y2 is any base of solutions of 1 on I and C1 y2 are suitable ODE x ഉം q of x ഉം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. അങ്ങനെ ആണെങ്കിൽ ഏതൊരു സൊല്യൂഷൻ y ഈക്വൽ ടു ക്യാപിറ്റൽ Y of x എന്ന് പറയുന്ന ഏതൊരു സൊല്യൂഷൻ അതിൻ്റെ ഏതൊരു സൊല്യൂഷൻ നമ്മൾ എടുത്താലും ദാറ്റ് ഈസ് ഓഫ് ദി ഫോം എന്തായിരിക്കും? C1 y1 പ്ലസ് C2 y2 എന്നായിരിക്കും. ഓക്കെ, ഇനി ഹെൻസ് 1 does not have singular solutions. That is, singular solutions means that solutions not obtainable from general solution. So ഈ ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസ് ഒന്നും, ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസിനാണ് നമ്മൾ സിംഗുലർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. സോ അങ്ങനത്തെ സൊല്യൂഷൻസ് ഒന്നും നമുക്ക് ഈ ODEക്ക് കാണില്ല. കാരണം ഏത് സൊല്യൂഷൻ ആണെങ്കിലും അത് ഈ ഫോമിലാണ്. സോ ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സൊല്യൂഷനും കാണില്ല. ഓക്കെ, പ്രൂഫ്. Let y is equal to capital Y of x be any solution of 1 on I. അങ്ങനെ ആണെങ്കിൽ ക്യാപിറ്റൽ Y of x ഏതൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിൽ ബൈ തിയറം 4 നമുക്ക് എന്ത് പറയാം? തിയറം 4 വെച്ച് ഈ ODEക്ക് ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ട്. സോ ദ ODE 1 ഹാസ് എ ജനറൽ സൊല്യൂഷൻ. ഞാൻ y of x c1 of x plus c2 y2 of x എന്ന് വിളിക്കുന്നു. അതിന് ഇക്വേഷൻ നമ്പർ ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്നു.
we have to find suitable values for C1 and C2 such that y of x is equal to capital Y of x. നമുക്ക് ഏത് സൊല്യൂഷൻ ഉണ്ടെങ്കിലും y of x അതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് എടുത്താൽ അത് സം C1 y1 പ്ലസ് C2 y2 എന്ന ഫോമിലാണെന്ന് കാണിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജനറൽ സൊല്യൂഷനിൽ സ്മോൾ C1ഉം സ്മോൾ C2ഉം നമ്മൾ കണ്ടുപിടിക്കണം such that small y of x is equal to capital Y of x ആവും. In order to find small c1 and c2, first we choose any x naught and equate y of x naught is equal to capital Y of x naught and y dash of x naught is equal to capital Y dash of x naught. C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എന്താണ് ഇക്വേറ്റ് ചെയ്യുന്നത്, y of ഇത് സ്മോൾ y of x naught എന്ന് പറയുന്നത് ക്യാപിറ്റൽ Y of x naught തന്നെ വരും. സോ നമുക്ക് അങ്ങനത്തെ സൊല്യൂഷനാണ് വേണ്ടത്. ഏത് സൊല്യൂഷൻ ക്യാപിറ്റൽ Y of x എടുത്താലും അത് ഈ ഫോമിലാണെന്നാണ് കാണിക്കേണ്ടത്. സോ സ്മോൾ y of x എടുത്താൽ എന്തായിരിക്കും വരേണ്ടത്, ക്യാപിറ്റൽ Y of x നോട്ടും സ്മോൾ y dash of x നോട്ട് എടുത്താൽ അത് തന്നെയാണ് ക്യാപിറ്റൽ Y dash of x നോട്ട്. സോ അത് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ സ്മോൾ y of x നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സിന് വരെ എക്സ് നോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, C1 y1 of x നോട്ട് പ്ലസ് C2 y2 of x നോട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y of x നോട്ട്. ആൻഡ് ഇതിൽ y dash of x നോട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും, C1 y1 dash of x naught plus C2 y2 dash of x naught is equal to capital Y dash of x naught എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ടു എലിമിനേറ്റ് C2, ഫസ്റ്റ് ഇതിനെ ഇത് C1 ഉം C2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് സ്മോൾ C2നെ എലിമിനേറ്റ് ചെയ്യാണ്. ടു എലിമിനേറ്റ് C2 മൾട്ടിപ്ലൈ ഇക്വേഷൻ 1. C2നെ എലിമിനേറ്റ് ചെയ്യാൻ ഇക്വേഷൻ 1നെ y2 dash of x naught വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇക്വേഷൻ 2നെ മൈനസ് y2 dash of x naught വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ ഫോമിൽ കിട്ടും. C1 ഇൻറ്റു y1 of x naught y2 dash of x naught മൈനസ് y1 dash of x naught y2 of x naught is equal to capital Y of x naught into y2 dash of x naught y dash of x naught into y2 of x naught എന്ന് കിട്ടും. സോ C1 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, റോൺസ്കിയൻ ഓഫ് y1 of x naught y2 of x naught ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ക്വാണ്ടിറ്റി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. സിമിലർലി ഞാൻ C2 എലിമിനേറ്റ് ചെയ്താണ് എനിക്ക് C1-ഉള്ളൊരു ഇക്വേഷൻ കിട്ടിയത്. സിമിലർലി എലിമിനേറ്റിംഗ് C1 യൂസിങ് ഇക്വേഷൻസ് 1 and 2 എനിക്ക് എന്ത് കിട്ടും, C2 ഇൻറ്റു റോൺസ്കിയൻ ഓഫ് y1 of x naught y2 of x naught is equal to y of x naught into y1 dash of x naught minus y dash of x naught into y1 of x naught എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കിട്ടി. സോ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം ഉപയോഗിച്ചാണ് എനിക്ക് C1 ഉം C2 ഉം കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നിന്ന് ഓക്കെ ഞാൻ നോക്കാം. സിൻസ് y1 y2 ഈസ് എ ബേസിസ്, y1 ഉം y2 എന്താണ് സൊല്യൂഷൻസ് ഓഫ് ദ ഹോമോജനസ് ഇക്വേഷൻ ആണ് തന്നിട്ടുണ്ട്. സോ y1 ഉം y2 ഉം ബേസിസ് ആണ്. ദ റോൺസ്കിയൻ W ഇൻ ദീസ് ഇക്വേഷൻസ് 3 and 4 ഈസ് നോട്ട് 0. y1 ഉം y2 ഉം ബേസിസ് ആയതുകൊണ്ട് തന്നെ ഈ 3ലും 4ലും നമുക്ക് റോൺസ്കിയൻ ഓഫ് y1 y2 വരുന്നുണ്ട്. ബേസിസ് ആയതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ റോൺസ്കിയൻ നോട്ട് 0 ആണ്. അപ്പോൾ റോൺസ്കിയൻ 0 അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, C1 ഇതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഈ റോൺസ്കിയൻ ഓഫ് y1 y2 വെച്ച് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് C1 ഈസ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ബൈ ദിസ് റോൺസ്കിയൻ എന്ന് കിട്ടും. C2 ഈസ് ഈക്വൽ ടു അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ദിസ് ക്വാണ്ടിറ്റി ബൈ റോൺസ്കിയൻ എന്ന് പറഞ്ഞ് കിട്ടും. സോ റോൺസ്കിയൻ 0 അല്ലാത്തതുകൊണ്ട് തന്നെ ഹെൻസ് വി ക്യാൻ സോൾവ് ഫോർ C1 and C2. C1 ഉം C2നും എനിക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ആ കിട്ടുന്ന എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ ഞാൻ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. C1 ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ റോൺസ്കിയൻ എന്ന് കിട്ടും. അതേപോലെ C2 ഈസ് ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ റോൺസ്കിയൻ എന്ന് കിട്ടും. സോ ആ വാല്യൂസിനെ, ആ വലിയ വാല്യൂസിനെ ഞാൻ നീട്ടിപ്പിടിച്ച് എഴുതുന്നില്ല. അതിന് പകരം വി കോൾ ദ സൊല്യൂഷൻ സ്മോൾ C1 ഈസ് ഈക്വൽ ടു ആ കിട്ടിയ ക്വാണ്ടിറ്റിയെ ഞാൻ ക്യാപിറ്റൽ C1 എന്ന് കൊടുക്കുന്നു. ആൻഡ് സ്മോൾ C2 ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ ഞാൻ ക്യാപിറ്റൽ C2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ഇക്വേഷൻ എ വി ഗെറ്റ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മുടെ ഇക്വേഷൻ എ ഏതായിരുന്നു, ഇവിടെ ഇതിൽ നിന്ന് ഞാൻ സ്മോൾ ഇവിടുന്ന് C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ ആണ് ഞാൻ പോയത്. സോ C1ൻ്റെ വാല്യൂ ആയിട്ട് ക്യാപിറ്റൽ C1 ഉം കിട്ടി, C2ൻ്റെ വാല്യൂ ആയിട്ട് ക്യാപിറ്റൽ C2 ഉം കിട്ടുന്നു. ഓക്കെ, സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, അതിൽ ജനറൽ സൊല്യൂഷനിലെ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ് ഞാനിവിടെ കണ്ടുപിടിച്ചത്. സോ അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷനാണ് എനിക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ആ പർട്ടിക്കുലർ സൊല്യൂഷൻ ഞാൻ y star of x എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. സോ y star of x ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ C1 y1 of x പ്ലസ് ക്യാപിറ്റൽ C2 y2 of x എന്ന് കിട്ടി. സിൻസ് ക്യാപിറ്റൽ C1 ക്യാപിറ്റൽ C2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് 1 and 2. ക്യാപിറ്റൽ C1 ഉം ക്യാപിറ്റൽ C2 ഉം നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് 1 and 2 ഉം സോൾവ് ചെയ്താണ് സ്മോൾ C1ൻ്റെയും സ്മോൾ C2ൻ്റെയും വാല്യൂ ക്യാപിറ്റൽ C1 ഉം ക്യാപിറ്റൽ C2 എന്നും കിട്ടിയത്. സോ ക്യാപിറ്റൽ C1 ഉം ക്യാപിറ്റൽ C2 ആണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. സോ അങ്ങനെയാണെങ്കിൽ സിൻസ് C1 C2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ സെറ്റ് ഓഫ് ഇക്വേഷൻസ് 1 and 2 വി ഹാവ്, നമുക്ക് എന്ത് പറയാം,
വൈ സ്റ്റാർ ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടി. വൈ സ്റ്റാർ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ C1 y1 ഓഫ് എക്സ് നോട്ട് പ്ലസ് ക്യാപിറ്റൽ C2 y2 ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇവിടുത്തെ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ആയിരുന്നു ക്യാപിറ്റൽ C1 ക്യാപിറ്റൽ C2. സോ ക്യാപിറ്റൽ C1 y1 ഓഫ് എക്സ് നോട്ട് പ്ലസ് ക്യാപിറ്റൽ C2 y2 ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. സോ അങ്ങനെയാണ് ക്യാപിറ്റൽ വൈ ഓഫ് എക്സ് നോട്ട് കിട്ടുന്നത്. അതേപോലെ വൈ സ്റ്റാർ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇക്വേഷൻ നമ്പർ 2 നിന്ന് അതെന്ത് കിട്ടും? C1y1 ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് C2y2 ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. അത് വൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും ഇക്വേഷൻ നമ്പർ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ദെൻ ഫ്രം ദ യുണീക്നെസ് തിയറം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ യുണീക്നെസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതൊരു ഇൻഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. വൈ സ്റ്റാർ ഓഫ് എക്സ് നോട്ട് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇൻഷ്യൽ വാല്യൂ പ്രോബ്ലം. അങ്ങനെ ആണെങ്കിൽ യുണീക്നെസ് തിയറം വെച്ചിട്ട് എന്താണ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇൻഷ്യൽ വാല്യൂ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അതിനെന്താണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ എന്താണ് സ്മോൾ വൈ സ്റ്റാറും ആ അതിൻ്റെ സൊല്യൂഷനാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ വൈയും അതിൻ്റെ സൊല്യൂഷനാണ്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? വൈ സ്റ്റാർ ആൻഡ് വൈ മസ്റ്റ് ബി ഈക്വൽ എവരിവെയർ ആണ്. യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റ സൊല്യൂഷനേ കാണൂ. സോ 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 2 സൊല്യൂഷൻസും എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ വൈ സ്റ്റാറും വൈയും ഈക്വൽ ആണ്. Therefore every solution y is equal to capital Y of x. ഏത് ഫോമിൽ വരും? y of x is equal to നമുക്ക് കിട്ടിയായിരുന്നു C1y1 of x plus C2y2 of x എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഏത് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ.